ഗുഡ് മോർണിംഗ്. രാവിലെ എഴുന്നേൽക്കുമ്പോഴേ നന്ദഗോവിന്ദം ഭജൻസിൻ്റെ പാട്ടിട്ടുകൊണ്ടാണ് എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത്. ഇന്നലെ ഞാൻ കുഴക്കട്ടയുടെ ഉരുട്ടി വെച്ചിട്ടുണ്ടായിരുന്നു മാവ് ഫ്രിഡ്ജിൽ. അത് ആവി കയറ്റാനായിട്ട് വെച്ചു, പാലും കാച്ചാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇന്നലെ എനിക്ക് കുഞ്ഞോളത്തെ കുറച്ച് നാടൻ കോവയ്ക്ക വന്നിട്ടുണ്ടായിരുന്നു. നല്ല കറക്റ്റ് പരുവായിരുന്നു. ഇരുന്ന് കഴിഞ്ഞാൽ അത് പഴുത്ത് പോകുമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ വിചാരിച്ചു എന്നാൽ കോവയ്ക്ക അങ്ങ് മെഴുക്ക് വരട്ടാന്ന്. കുറച്ച് കോവയ്ക്കും സവാളയും എടുത്ത് കുനുകുനാ അരിഞ്ഞെടുക്കുക. ഞാൻ ഈ തോരനും മെഴുക്കുവരട്ടിയൊക്കെ വെക്കുന്ന മൺചട്ടിക്കകത്താണ്. ഇതാകുമ്പോൾ നമുക്ക് അടുക്കി പിടിക്കേണ്ട നല്ല പരുവത്തിൽ നമുക്ക് കിട്ടുകയും ചെയ്യും, നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. എൻ്റെ കയ്യിൽ ഇതുപോലത്തെ പല പല ഷേപ്പിൽ പല പല ചട്ടികളും ഉണ്ട്. അങ്ങനെ ഞാൻ തോരനൊക്കെ വെച്ചു. ആമിക്ക് കഴിക്കാനായിട്ട് കുഴക്കട്ടയും പാലൂടെ കൊടുത്തിട്ടുണ്ട്. ആമി അതവിടെ നിന്ന് കഴിക്കുന്ന സമയം കൊണ്ട് നമുക്ക് മോരൂടെ കാച്ചാം. കടുക് പൊട്ടിക്കുക, വറ്റൽമുളകും കറിവേപ്പിലയും കൊച്ചുള്ളിയും എല്ലാം ഇടുക, തൈരും തേങ്ങയും ഒക്കെ അരച്ച് റെഡിയാക്കി വെച്ചതിനകത്തേക്ക് ഇട്ട് നമുക്ക് മോര് കാച്ചിയെടുക്കാം. മോരധികം തിളച്ച് പോലെ പിരിഞ്ഞു പോകും. മുടിയൊക്കെ കെട്ടിക്കൊടുത്തിട്ട് ആമിയും ഞാനോട് ഇങ്ങനെ ഓട്ടോമാമന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അങ്ങനെ ആമയുടെ ഓട്ടോ വന്നു. ആമി സ്കൂളിൽ പോയി. ആമി പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ കഴിക്കാനിരിക്കുന്നത്. കുറേ നേരം ഫോണിലൊക്കെ നോക്കിയിരുന്ന് അമ്മയൊക്കെ വിളിക്കും. കുറേ നേരം അങ്ങനെ വർത്താനം പറയും, യൂട്യൂബൊക്കെ നോക്കും, ഇൻസ്റ്റഗ്രാം നോക്കും. അങ്ങനെ മെയിൻ പരിപാടികളൊക്കെ നടത്തി പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കാനായിട്ട് ഇറങ്ങി. രാവിലെ ഇത് ചെയ്തില്ലെങ്കിൽ പിന്നെ ആ പരിപാടികളൊന്നും നടക്കത്തില്ല. ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ഞാൻ മുറ്റത്തും വെള്ളം ഒഴിക്കും. വറുക്കാനായിട്ടുള്ള മീൻ ഞാൻ ഇന്നലെ മസാലയെല്ലാം പുരട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കിന്ന് വറുത്തെടുത്താൽ മതിയായിരുന്നു. കുറച്ച് കൊച്ചുമത്തി ഇട്ടിട്ടുണ്ട്. മാങ്ങയും പറിച്ചല്ലേ, ഞാൻ വിചാരിച്ചു കൊച്ചുമത്തി മാങ്ങയിട്ട് പറ്റിച്ച് വെക്കാമെന്ന്. ചട്ടി ചൂടായി കഴിയുമ്പോഴത്തേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പം ഉലുവ, കടുക് ഇതെല്ലാം ഇട്ട് ഒന്ന് പൊട്ടിത്തെറിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് നല്ല രീതിയിലൊന്ന് വാടി വന്ന് കഴിയുമ്പോഴത്തേക്ക് പൊടികളായ മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം ചേർത്ത് ഒന്ന് മൂപ്പിക്കണം. കരിഞ്ഞു പോകരുത്, മൂത്ത് കിട്ടിയാൽ മാത്രം മതി. തീ കുറച്ച് വെച്ചിട്ട് വേണം ഈ പരിപാടികൾക്കൊക്കെ നിൽക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ പൊടിയെല്ലാം കരിഞ്ഞു പോകും. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് ചെറിയ ചൂടുവെള്ളം, ആവശ്യത്തിന് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. കറിയെല്ലാം നല്ല രീതിയിൽ വെട്ടിത്തിളച്ച് കഴിയുമ്പോഴത്തേക്ക് മീനും മാങ്ങയും ഇട്ട് കൊടുക്കാം. മാങ്ങ ഞാൻ കുറച്ച് അത്തിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല പുളിയുള്ള മാങ്ങയാണ് നമ്മുടെ വീട്ടിലെ മാങ്ങയെ. എനിക്ക് ഈ കറിക്കകത്ത് മാങ്ങ കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ഇച്ചിരി തോനെ മാങ്ങ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ അവിടെ ഇരുന്ന് കുത്തിപ്പറക്കി എടുത്തത് വേറൊന്നുമല്ല കേട്ടോ, ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കാനുള്ളത് ഒന്ന് വൃത്തിയാക്കി എടുത്തതാണ്. എന്നിട്ട് ഫ്രിഡ്ജിലിരുന്ന കുറച്ച് പച്ചക്കറികൾ എടുത്ത് തോരനുള്ളതും മെഴുക്കുവരട്ടിക്കുള്ളതും വെവ്വേറെയായിട്ട് അരിഞ്ഞ് ഓരോ ഡപ്പയിലാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ രാവിലെ നമുക്ക് എഴുന്നേൽക്കുമ്പോൾ ഓരോ ഡപ്പ എടുത്ത് അതാത് രീതിയിൽ ചെയ്ത് റെഡിയാക്കി എടുത്താൽ മതി. എളുപ്പപ്പണിയാണേ. പിന്നെ ഞാൻ ഒരൊറ്റ തൂന്ന് പെരയ്ക്കകമെല്ലാം തൂത്ത് തുടയ്ക്കാനായിട്ട് തുടങ്ങി. തൂക്കാൻ ചൂലെടുത്തപ്പോൾ എൻ്റെ കൂട്ടത്തിൽ കൂടി വന്ന ആളാണ് തുമ്മൽ. എനിക്ക് പൊടി അലർജിയാണ്. ജോലിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ക്ഷീണിച്ച്. ഇനി നമുക്ക് ചോറ് വയ്ക്കാം. ഇന്നത്തെ ചോറൊരു സ്പെഷ്യലാണ് കേട്ടോ. ഞാനിന്ന് ചട്ടിച്ചോറാണ് കഴിക്കുന്നത്. ഞാൻ ഇതുവരെ ചട്ടിച്ചോറ് സത്യം പറഞ്ഞാൽ കഴിച്ചിട്ടേ ഇല്ല. കാരണം ഇവിടെ രഞ്ജിത്തേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ചട്ടിച്ചോറ്. ഈ തലേന്നത്തെ മീൻകറി പറ്റിച്ച് ചട്ടിക്കകത്ത് ചോറും കറികളും എല്ലാം വെച്ചിട്ട് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ രഞ്ജിത്തേട്ടനാണ് ഇങ്ങനെ ആക്കി കൊടുക്കാറുള്ളത്. ഇന്ന് രഞ്ജിത്തേട്ടൻ ഡ്യൂട്ടിക്ക് വേണ്ടി ആ ചട്ടി എനിക്ക് കിട്ടി. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.